ത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വലുത്തേയും ചോട്ടാൻ കർത്താവിൽ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ സന്തതികളെയും വംശങ്ങളെ മധ്യ എന്റെ പ്രജയം വരെ എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഭൂലോകത്തിന് അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ അത്ഭുതങ്ങളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നന്ദിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഒരു നിമിഷം ജൂൺ മാസം 20, അതായത് വരുന്ന 20-ാം തീയതി ഈ മാസം നമ്മുടെ പ്രയർ സ്റ്റേഷൻ ആലപ്പുഴയിൽ വഴിച്ചേരി YWCയിൽ വെച്ച് നടക്കുന്നു. എനിക്കറിയാം മഴയാണ്, വെള്ളപ്പൊക്കമാണ്, എങ്കിലും നിയോഗത്തെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ നാമത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നവർ, എത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവിടെ വരിക. പ്രാർത്ഥനയോടെ തന്നെ വരിക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. നന്ദി യേശുവേ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ട്രാൻസ്ലേറ്റ് ചെയ്തോണേ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഇന്ന് ദൈവിക വചനം ഒരു കാര്യത്തെപ്പറ്റി, പ്രത്യേക ഒരു കാര്യത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഞാൻ ഇന്ന് ഇവിടെ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില കാര്യങ്ങൾ, The Holy Spirit taught me something. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹം നിലനിൽക്കുന്നതും അനുഗ്രഹം അനുഭവിക്കുന്നതും എങ്ങനെയെന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. How an individual a blessing can remain and a blessing you can get the blessing. അതിനായിട്ട് ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കാം. I am going to read one verse in front of you. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. സിസ്റ്റർ, ഞാൻ പറയുന്ന വാക്യം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വായിച്ചാൽ മതിയേ. Okay. അവിടെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, വളർത്തുമാറാക്കുന്ന ദൈവം അത്രേ. സിസ്റ്റർ, അത് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തോ. Apollos watered, I have planted, but God only gave the increase. നോക്കുക, പൗലോസ് ലീഗ പറയുകയാണ്, അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, വളർത്തുന്നട്ടോ. അതായത് ദൈവമാണ് നമ്മളെ ഇൻക്രീസ് ചെയ്യുന്നത്, അഥവാ ദൈവമാണ് നമ്മളെ വളർത്തുന്നത്. അടുത്ത വാക്യത്തിൽ Here Paul says God is the only one giving increase. അടുത്ത വാക്യത്തിൽ പറഞ്ഞാൽ വളരുമാറാക്കുന്ന ദൈവത്താലല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. Only the God giveth increase, not the one who waters or not the one who plants. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവമാണ് നമ്മളെ വളർത്തുന്നത്. God is the one increases us. അപ്പൊ ദൈവം നമ്മളെ വളർത്തുന്ന സമയത്ത്, when God increases us, പല കാര്യങ്ങൾ ദൈവത്തിനുണ്ട്. ദൈവത്തിന് ക്രൈറ്റീരിയകളുണ്ട്. God has some criteria. അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ വളരുവാൻ കഴിയത്തില്ല. If we don't know that, we will not be able to grow. അവിടെ കൊരിന്ത്യ സഭയ്ക്കകത്ത് വലിയൊരു ഭിന്നതയുണ്ടായി. In Corinth Sabha there was a lot of problems. ചിലർ പറഞ്ഞു പൗലോസ് ലീഹായുടെ ശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞു. Some people told that Paul's ministry I like it. ചിലർ പറഞ്ഞു അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അതാണ് ഞങ്ങൾക്ക് അനുഗ്രഹം എന്ന് പറയാൻ തുടങ്ങി. Some people said Apollos ministry I like it, it is a great blessing. അപ്പൊ അവരിങ്ങനെ പക്ഷം ചേരുവാൻ തുടങ്ങി. There are with one person or the other. അപ്പൊ ഉറപ്പിച്ചോണം, അപ്പൊ യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മാറി യേശു അല്ല പ്രവർത്തിക്കുന്നത്, ശിഷ്യന്മാരാന്നുള്ള ചിന്തയിലേക്ക് അവർ പോയി. So they moved away from the Jesus and moved towards the disciples. അതിന് പൗലോസ് പറയുകയാണ്, അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ച്, നിങ്ങളെ വളർത്തിയത് ദൈവമാണ്, ഞങ്ങൾ വെറും വേലക്കാര് മാത്രമാണ്. So Paul says that Apollos is what I had planted, Apollos watered, but God is the only one gave you growth. അടുത്ത വാക്യത്തിൽ പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഒരേപോലെ താന്താന്റെ അധ്വാനത്തിന് കൂലി കിട്ടുന്നു. Every man who has watered or planted, they will get his own reward. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. 9-ാം വാക്യമാണേ. I am only the laborers and God's husbandry, and God's building. നോക്കിക്കേ, അതായത് ദൈവത്തിന്റെ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ. എന്റെ കൂടെ പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ കൃഷിയും ദൈവത്തിന്റെ ബിൽഡിങ്ങും എന്ന് പറ.
സോറി, മ്യൂട്ടായി കിടക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ കൃഷിയുമാണ്, ഞാൻ ദൈവത്തിന്റെ ബിൽഡിങ്ങുമാണ്. എന്റെ കൂടെ പറഞ്ഞേ. ഞാൻ ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃഷിയുമാണ്, ബിൽഡിങ്ങുമാണ്. ആമേൻ. നോക്കിക്കോണം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. Farming is one type, and the building is also another type. നമുക്കൊരു അന്യഭാഷ പ്രാർത്ഥനയെ പറ്റി ബൈബിൾ പറഞ്ഞു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും തനിക്ക് താൻ ആത്മീയ സ്പിരിച്വൽ എഡിഫിക്കേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ When we speak in tongues, we will have spiritual edification. അവിടെ ഒരു മറ്റൊരു പദം കൊടുത്തേക്കുന്നതായിട്ട് ഒരു മൂലഭാഷയിൽ അർത്ഥം ഇതാണ്, നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. Another verse it says that you are building yourself. നോക്കിക്കേ, അവന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങും അതേപോലെ തന്നെ ദൈവം നട്ടിരിക്കുന്ന ഒരു കൃഷിയുമാണ്. We are a building that is going on building, and also we are the plant that is being planted. ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ When a person comes to God, ആ വ്യക്തിയെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. there is many പ്ലാൻ ഉണ്ട്, plans with that person. അപ്പൊ ഇത് നമ്മൾ അപ്പൊ എങ്ങനെയാണ് ഞാൻ ആ വളർച്ചയിലേക്കും ദൈവത്തിന്റെ പ്ലാനിലേക്കും വളരുന്നത്? How do I go to the plan and the purpose of that? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ. In Exodus 2:2. 1 മുതൽ ഞാൻ വായിക്കാം, 2 മുതൽ വായിക്കാം. അങ്ങനെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം, മോശയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്, അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണമായപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിൽ പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കടത്തി നദിയുടെ അരികത്ത് ഞാങ്ങണയുടെ ഇടയിൽ വെച്ച് അവനെ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ നദിയിലേക്ക് ഒഴുക്കി വിട്ടു. 3-ാം വാക്യം മാത്രം വായിച്ചാൽ മതിയെ. മോശനെ They could not no longer hide them, but she took him to the ark of bulrushes and daubed it with slime and with pitch, and put the child there and laid it in the flags by the river bank. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. മോശ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. It was the plan that Moses have to be given birth. മോശ വളരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. Moses has to grow. That's the God's plan. പക്ഷെ പിശാചിന്റെ ആഗ്രഹം മോശ ജനിക്കരുത്, പിശാചിന്റെ ആഗ്രഹം മോശ വളരരുത്. But Satan's plan was Moses should not grow, or Moses should not get birth. നിങ്ങൾ നോക്കിക്കോണം, ഒരിക്കലും ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് നമുക്കൊരു നദിയിലൂടെ ഒരു കുഞ്ഞിനെ ഒഴുക്കി വിട്ടാൽ അത് ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്തെ പോലെ നല്ല പെട്ടിയൊന്നും അന്നത്തെ കാലത്തില്ല. If a baby is being floated towards the river, you know how it will be. There was not much security that time. പക്ഷെ അവിടെയും ദൈവം കരുതി. But there also God protected him. നിങ്ങൾ ആ വാക്യം അധ്യായം മുഴുവൻ വായിച്ചത് ഞാൻ വേഗത്തിൽ ഓടിപ്പോവാണ്. അവിടെ ഫറവോന്റെ പുത്രി എന്ത് ചെയ്തു? മോശയെ എടുക്കുന്നു. There you can see how the Pharaoh's daughter take the child. അവിടെ എന്ത് ചെയ്തു? മോശ വളരാൻ തുടങ്ങി. Moses started to grow. അപ്പൊ മോശ വളർന്നു കഴിഞ്ഞപ്പം When Moses started growing, മോശയെ വിളിച്ചത് തന്നെ മിസ്രൈമിൽ കിടക്കുന്ന ജനത്തെ വിടിവിക്കാൻ വേണ്ടിയാ. The call for Moses is to bring out of Egypt. അപ്പൊ മോശയുടെ വിളി മിസ്രൈമിലുള്ള ജനത്തെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. The call of Moses is only to bring the Israelites out of Egypt. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ദൈവത്തിന്റെ കൃഷിയാണ്. This is the planting from God. ഇത് ദൈവത്തിന്റെ ഭവനമാണ്. This is the building of God. ഇതിനെ പണി പൂർത്തീകരിച്ച് തക്ക സമയത്താണ് ദൈവം പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. When God's building is over, then God will present it to the person. പക്ഷെ മോശയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു? മിസ്രൈമ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു യഹൂദൻ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ബാലനുമായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ ഇടയ്ക്ക് ഒരു മിസ്രൈമ്യനെ എന്ത് ചെയ്തു? മോശ, ഞാൻ പെട്ടെന്ന് അങ്ങ് പോവാം, നമുക്ക് സന്ദർഭമൊക്കെ അറിയാം, ഞാനത് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു? മോശ അതിന്റെ ഇടയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? അത് താഴേക്ക് വരുമ്പോൾ വാക്യം കാണാൻ പറ്റും, നോക്കിയേ. അവിടെ 2 പേര് തമ്മിൽ എന്ത് ചെയ്യുന്നു? തർക്കം ചെയ്യുന്ന സമയത്ത് അവിടെ മോശ എന്ത് ചെയ്തു? അവനെ നോക്കി 12 വാക്യം, അവൻ അങ്ങോട്ട് ചെന്നിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. Then you can see all over the chapter how it is that Moses is going there, and in between the plan of God, he will go there, and then he's killing an Egyptian, and he's hiding him in his sand, and you can see all those in the chapters. നോക്കിയേ, ദൈവത്തിന്റെ പദ്ധതി മോശ മിസ്രൈമിലുള്ള ജനത്തെ വിടിവിക്കുക എന്നുള്ളതാണെങ്കിലും മോശയുടെ പദ്ധതിയിലൂടെ അല്ല ദൈവം അത് വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
God's plan is to bring the Israelites out of Egypt through Moses, but Moses is going in between and he's trying to do. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ പലപ്പോഴും യേശുവിലേക്ക് വന്നിട്ട് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ കുരുക്കുകളാണ്. When we come to God and when we try to do our own plan, there are some problems within that. നമുക്കറിയാം, മോശ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയി. It became a point that Moses had to run away from there. കണ്ടോ, മോശ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ? If Moses would have waited, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നെങ്കിലോ? Moses should have asked God, what should I do? തമ്പുരാൻ പറഞ്ഞാണ് നീ വെയിറ്റ് ചെയ്യണം. God should have told him, wait there. കാരണം ഞാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് നീ അവരെ പുറത്തു കൊണ്ടുവരുവാൻ. There is a time for them to come out. ഓർത്തോണം, ഇത് ദൈവത്തിന്റെ കൃഷിയാണേ. This is the God's planting. അപ്പൊ ഈ ദൈവമാണ് മോശേനെ പുറത്തെടുത്തതും, ദൈവമാണ് മോശേനെ നദിയിലൂടെ രക്ഷപ്പെടുത്തിയതും, ദൈവമാണ് കൊട്ടാരത്തിൽ വളർത്തിയതും, ദൈവമാണ് മോശേനെ മിടുക്കനാക്കിയിരിക്കുന്നത്. God is the one who brought him. God is the one who took him out of there. God is the one who grew up the Moses, and God is the one who did everything. ഇത്രയും ചെയ്യാൻ ദൈവത്തിന് അറിയാമെങ്കിൽ മോശേനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാനും ദൈവത്തിന് അറിയാം. If God knew to do all these things, God knows how to bring out the Israelites from Egypt. യേശുവിലേക്ക് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങളുടെ സകല വിഷയങ്ങളും അത്ഭുതമാക്കുവാൻ ദൈവത്തിന് അറിയാം. When you came to Jesus, God knows how to take care of you. നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. I'll tell you what are the mistakes that you do. നമ്മൾ നമ്മുടെ പ്ലാനിങ്ങിൽ പലതും ചെയ്യാൻ നോക്കും. We sometimes bring our own plans into it. ഒന്ന് നമ്മൾ കാത്തിരിക്കണം. One thing is that we have to wait. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്നെ വളർത്തുന്ന ദൈവമാണ്. God is the one who is building me, growing me up. വളരാൻ വേണ്ടി ഞാൻ ഒന്നും മാനുഷികമായിട്ട് ചെയ്യണ്ട. I don't have to do anything for that. നമുക്കൊരു വാക്യം വേഗത്തിൽ വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് വേഗത്തിൽ വരാവോ? 1 Samuel chapter 13. ഞാൻ കുറെ വാക്യങ്ങൾ വായിച്ചോളാം. സിസ്റ്റർ ഞാൻ പറയുമ്പോൾ മാത്രം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. മെയിൻ വാക്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് വിഷമത്തിലായെന്ന് ഇസ്രായേൽ കണ്ടപ്പോൾ ജനം ഗുഹയിലും പള്ളക്കാടുകളിലും പാറകളിലും ഗുഹയിലും കുഴികളിലും ഒളിച്ചിരുന്നു. എബ്രായർ യോർദാൻ കടന്ന് ഗാദ് ദേശത്തും ഗിലെയാദിലും പോയി ശൗലോ ഗിലെയാദിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. നമുക്കറിയാം, ഇവിടെ ഒരു യുദ്ധമുണ്ടാണ്. ഫെലിസ്തീനുമായിട്ട് ഇസ്രായേലുമൊക്കെ ഒരു യുദ്ധമുണ്ടായി. ഈ യുദ്ധമുണ്ടായ There is a war between Philistines in Israel. ഈ യുദ്ധത്തിന്റെ അകത്ത് ഇവർക്ക് ഒരു അമളി പറ്റി. ഇസ്രായേലിൽ നിന്ന് ഇവരെ മുഴുവൻ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു കടൽക്കരയിലെ മണൽ പോലെ, നിങ്ങൾ 5-ാമത്തെ വാക്യം കണ്ടാൽ മതി, കുതിരച്ചേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യ ജനവും ഒരുമിച്ച് കൂടി അവിടെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ഇസ്രായേൽ. There is a lot of people coming against them to fight. അപ്പൊ ശൗലിന് മനസ്സിലായി നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി. Saul knows now this is gone from my hand. ഇനി ദൈവം എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. Now God has to do something for me. ഉടനെ ശമൂവേൽ പ്രവാചകനെ അറിയിച്ചു കാര്യം. Suddenly he informed the prophet Samuel. പക്ഷെ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു 7 ദിവസം എനിക്ക് വേണ്ടി കാത്തിരിക്കണം. Samuel prophet told that you have to wait for me for 7 days. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോണേ, കാത്തിരിപ്പും അനുസരണവും കൂടെ കേൾക്കാൻ വേണ്ടി പോവാം. We are going to see both. One is to wait and another one is obedience. നോക്കി ഈ വാക്ക് കണ്ടോണം. എബ്രായർ യോർദാൻ കടന്ന ദേശത്തും ഗിലെയാദിലും പോയി ശൗലോ ഗിലെയാദിൽ താമസിച്ച് ജനമെല്ലാം പേടിച്ച് വിറച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. 7-ാം വാക്യം. People all went behind them they were afraid. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിലെയാദിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചെതറിപ്പോയി. ഗിൽഗാലിൽ എത്തിയില്ല. Prophet Samuel did not come even after 7 days. 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ശമൂവേലിനെ കാണുന്നില്ല. After 7 days, Samuel is not being seen anywhere. ശൗൽ ഒരു മണ്ടത്തരം കാണിച്ചു. Saul did a foolish thing. ശമൂവേൽ ഒരു കാര്യം ചെയ്ത് ഹോമയാഗവും സമാധാനയാഗവും അവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിപ്പിച്ചു. Saul himself, he did the sacrifice. അടുത്ത വാക്കിന്റെ പറഞ്ഞു, ഹോമയാഗം കഴിഞ്ഞ ഉടനെ ശമൂവേൽ വരുന്നത് ശൗൽ അവനെ വന്ദനം ചെയ്ത് എതിരേൽക്കുകയും ചെയ്തു. After doing everything, all the sacrifice, Saul went and greeted prophet. അതായത് 7 ദിവസം കാത്തിരുന്നിട്ടും പ്രവാചകനെ കാണാത്തതുകൊണ്ട് നമുക്കറിയാം ഇദ്ദേഹം തന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു, ദൈവം പറയാതെ ദൈവത്തിന്റെ അരുളിപ്പാട് ചെയ്യാതെ അവിടെ ഹോമയാഗവും സമാധാനവും തന്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്തു. അതിനുശേഷം
Even after not seeing the Samuel prophet, he, after 7 days, he himself went and did all the sacrifice of burnt offerings and everything. ഓക്കെ, ഇവിടെ പെട്ടെന്ന് പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, നീ നല്ല കാര്യം ചെയ്തു, നല്ല പറഞ്ഞേക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഫെലിസ്തർ ഇപ്പോൾ ഇങ്ങ് ഗിലെയാദിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ടു ഹോമയാഗവും കഴിച്ചു എന്ന് പറഞ്ഞു. Saul said that I did already the sacrifice that I did not tarry for you. That's what Saul says here. നോക്കിക്കേ, ഇവിടെ ശൗല് പറയാണ്, ഗിലെയാദിൽ വന്ന് എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നി. അതായത് അദ്ദേഹം പറയാണ്, ഫെലിസ്തൻ വന്ന് എന്നെ ആക്രമിക്കുന്ന എന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി, അതുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തു, ഹനനയാഗവും ഹോമയാഗവും കഴിച്ചു എന്ന് പറഞ്ഞു. Saul is saying that in Gilgal that they will come and fight against me. That's what I thought. That's why I did all the sacrifices. എന്നാൽ ശമൂവേലിനോട് പറഞ്ഞു, നീ ചെയ്തത് ഭോഷത്വമാണ്. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്റെ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കുമായിരുന്നു. Samuel prophet said, you did a very foolish thing. You now your kingdom has been taken away. It would have been upon you. It would have been established on you. ഒന്നുകട്ടെ ശ്രദ്ധിച്ചോണേ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ്, നമ്മൾ അനർത്ഥം വരുമെന്ന് നമ്മുടെ മനസ്സിന്റെ അകത്ത് പലപ്പോഴും ഒരു ചിന്ത വരുന്നു. ചിലപ്പോൾ പറയത്തില്ല, അയ്യോ ബ്രദർ, എല്ലാ വഴി അടഞ്ഞ് എൻ്റെ എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ട് ഇതിന് എനിക്ക് ഒറ്റ കടുങ്കൈ ചെയ്യാൻ വേണ്ടി പോവാ. ഒരു കാര്യം ഓർത്തോണം പ്രിയരെ, ദൈവമാണ് എന്നെ വളർത്തുന്നത്. You always think that it's all gone, brother. I don't know anything to do. It's almost done. Everything is finished. You should understand God is the one building it. ശൗലിന് ഒരു പേടി വന്നു, ഇവരെല്ലാം എന്നെ വന്ന് ആക്രമിക്കും. Saul got afraid that they're all going to fight against him. ഒരു കാര്യം മറക്കരുത്, ഇവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയത് യഹോവയായ ദൈവമാ. One thing you should understand, God is the one who made Saul the king. ഇനി എത്ര കടൽക്കരയിലെ മണൽത്തരി പോലെ സൈന്യം വന്നാലും തൊടാൻ പറ്റത്തില്ല. How much ever like a sand from the beach comes to you, even it cannot even touch Saul. 7 ദിവസം കഴിഞ്ഞ് പ്രവാചകൻ വന്നില്ലെങ്കിൽ 8ാം ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. Even after the 7th day prophet Samuel didn't come, you wait until the 8th നോക്കിക്കേ, day also. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പിറുപിറുക്കാൻ പോകരുതേ. Yeah, if you're not getting any answers after praying, please don't complain. ഞാൻ ദൈവത്തിന്റെ കൃഷിയാണ്. I am the planting of God. ഞാൻ ദൈവത്തിന്റെ ഭവനമാണ്. I am the building of God. ദൈവത്തിന് എന്നെ പറ്റി ഉത്തരവാദിത്വം ഉണ്ട്. God has the responsibility of me. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ശൗല് സ്വന്തമായിട്ട് എന്ത് ചെയ്തു, ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യുവാൻ നോക്കി. But Saul himself, he did his own thing. നിങ്ങൾ അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും, അവിടെ പ്രവാചകൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യും, ഞാൻ വരുന്നത് വരെ നീ ഒന്നും അവിടെ ചെയ്യരുത് എന്ന് മുന്നമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാം വാക്യം നമുക്ക് കാണാൻ പറ്റും. Before itself Samuel told that don't do anything until I come. ഞാൻ വന്നിട്ട് മാത്രമേ നീ അത് ചെയ്യാവുള്ളൂ എന്ന് ദൈവം നേരത്തെ 10ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധ്യായത്തില്. God already told, Samuel prophet already told, don't do anything until I come. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, ദൈവം പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്തു, താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് എന്തോ അനർത്ഥം വരുവാന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വചനത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ സ്വന്തം തീരുമാനമാണെന്ന് വിശ്വസിക്കരുത്. But this is what I am trying to tell you. We should not think that this problem is going to take over me and I am going to do my own solution. നോക്കിയേ, 1 ശമൂവേലിന്റെ പുസ്തകം 10ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ നീ മുമ്പേ ഗിലെയാദിൽ പോകണം, ഹോമയാഗവും സമാധാനയാഗവും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തു പറഞ്ഞു തരുവോളം 7 ദിവസം കാത്ത്, എന്റെ അർത്ഥം ഞാൻ വന്ന് ചെയ്യും, അതുവരെ നീ കാത്തിരിക്കണം. Yeah, he's saying there that I will come and do it. Until that you just wait. നോക്കിക്കേ, എപ്പോഴും ഓർത്തോണം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസത്തിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, പല ഭയങ്ങൾ നമുക്ക് വരും, പല ഭയങ്ങൾ. Whenever we are in the faith, we will get some fear. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. Sometimes when we are praying, there are a lot of things coming to our mind. നമ്മൾ ഈ ഭയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കരുത്.
When we are in this fear, don't take any actions. നമ്മൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. When we are in a confusion, keep praying more. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. I'll tell you an easy thing. നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കുമെന്ന് വിചാരിച്ചു. For example, you don't know what to do and you are in a big trouble and you don't know what to do. നമുക്ക് വിശ്വാസം ഒന്നും പറയാൻ പറ്റുന്നില്ല. And you're not able to say anything in faith. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, What you should do first? നിങ്ങൾ ആ സമയത്ത് അന്യഭാഷ പ്രാർത്ഥിക്കണം. You should speak in tongues. പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അന്യഭാഷ പറയണം. You should keep on telling Holy Spirit, help me and speak in tongues. എന്തിനാണ് അന്യഭാഷ പറയുന്നത് ആ സമയത്ത്? Why are we speaking in tongues? അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അൺഫ്രൂട്ടബിൾ ആയിട്ട് മാറും. That time our understanding will become unfruitable. That time. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചോ ഭാരപ്പെട്ടോ ഇരിക്കുന്ന സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടായി വരും. Whenever we are in trouble, whenever we are in tension, we can make mistakes by taking any actions. ഏത് പ്രതിസന്ധിയിൽ കടന്നു പോയാലും പ്രതികൂലം എത്ര വന്നാലും Whatever issue is coming, ഒരു കാര്യം ഉറപ്പിച്ചോണേ, one thing you have to remember. അപ്പൊല്ലോസിന് നടാനേ പറ്റത്തുള്ളൂ, പൗലോസിന് നനയ്ക്കാനേ പറ്റത്തുള്ളൂ. എന്നെ വളർത്തുന്നത് ദൈവമാണ്, ഞാൻ വളരുക തന്നെ ചെയ്യും. Apollos can water, Paul can plant, but God is the only one that can give increase. അപ്പൊ ദൈവം എന്നെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടിരിക്കുക. Oh, each day God is building me up. മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? What did happen to Moses? മോശയെ ജനിപ്പിച്ചതും രക്ഷപ്പെടുത്തിയതും വളർത്തിയതും ഇത്രയും കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ God was able to take care of Moses. God can able to take care of Moses all these time and take him out. മോശ എന്ത് ചെയ്തു? താൻ ഒരു തീരുമാനം എടുത്തു, ഇന്ന് ഞാൻ മിസ്രയീമ്യരെ അവരിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി ഞാൻ സ്വയമായി ഒരു കാര്യം ഉറപ്പിച്ചോണെ, ദൈവം പറയാതെ ഇറങ്ങരുത്. One thing I want to say that please don't do anything without God saying. നിങ്ങൾ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നവരാകണം. You should always check the will of God. ഒരിക്കലും നമ്മൾ ചാടി കയറി ഒന്നും ചെയ്യരുത്. Please don't be haste and do anything. ദൈവഹിതമാണോ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നത് എപ്പോഴും ദൈവസന്നിധി ചോദിക്കണം. Is that the will of God that I am doing? Ask every time. ദൈവം ആൻസർ തരാതെ അവിടെ നിന്ന് മാറരുത്. Until God gives an answer, don't move. 7 ദിവസം പ്രാർത്ഥിച്ചു, 8ാം ദിവസം മറുപടിയില്ല. ശൗല് ചെയ്തതുപോലെ ചാടിക്കേറി ഹോമയാഗവും ഹനനയാഗവും ചെയ്യരുത്. You prayed for 7 days. You on the 8th day, don't go and do all the sacrifice like how Saul did. 7 ദിവസവും മറുപടി കിട്ടില്ലെങ്കിൽ 8ാം ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. Even if after that you didn't get an answer for 7 days or the 8th day, പെട്ടെന്ന് മനസ്സ് പറയും കയ്യിൽ നിന്നെല്ലാം പോയി വലിയ വിഷയമാകും, അവസാനം നമ്മൾ തീർന്നു പോകുന്നൊക്കെ മനസ്സ് പറയും. Your mind will say, oh, it's all over, nothing is going to happen, everything the mind will say. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണെ, ദൈവമാണ് എന്നെ വളർത്തുന്നത്. You should always think God is the one building you. ദൈവമാണ് എന്നെ ഉയർത്തുന്നത്. God is the one increasing you. ഞാനായിട്ടൊരു തീരുമാനം എടുക്കത്തില്ല. I will not take any action. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ ഹിതങ്ങളെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. You should always have a character of looking for God's will. എല്ലാ ദിവസവും പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ഹിതം അനുസരിച്ച് എന്നെ നടത്തണം. Every day pray to God, God guide me according to your will. 2, നമ്മുടെ മനസ്സിന്റെ അകത്ത് ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഇരിക്കുമ്പോൾ ഒരു തീരുമാനവും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. When you are in trouble, do not do any action. നോക്കി, ഇവിടെ ശൗല് പേടിക്കുകയാണ്, എന്നെ ഫെലിസ്ത്യൻ വന്ന് എന്ത് ചെയ്യും? ആക്രമിച്ചു. നോക്കി, ഫെലിസ്ത്യൻ വന്ന് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും, ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചുവല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയെന്നാ പറഞ്ഞത്. Saul here is thinking that the Philistines are coming and going to destroy me, and so I was very afraid and I did the same. ഒരു കാര്യം ഉറപ്പിച്ചോണ്ട്, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. No weapons formed against you will prosper. ഞാൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. I don't have to do anything to make me increase. എന്റെ ദൈവത്താൽ ഞാൻ വളരുക തന്നെ ചെയ്യും. Because of God, I will be increased. ഞാൻ ദൈവത്തിന്റെ കൃഷിയാണ്. I am the planting of God. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക്, മോശയ്ക്കും സംഭവിച്ചത് ശൗലിനും സംഭവിച്ച കാര്യം, അവർ ഇത്രയും കൊണ്ടുവന്ന ദൈവത്തെ പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല, പകരം അവർ ദൈവത്തെ സഹായിക്കുവാൻ തീരുമാനിച്ചു. What happened to both Moses and Saul is that they did not wait for God. Suddenly they thought they will do their own part. അപ്പൊ ഈ 2 പേരിന്റെ അകത്തുനിന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയോ? എന്താ നമ്മുടെ തെറ്റെന്നറിയാവോ? നമ്മുടെ മിസ്റ്റേക്ക് What we can learn from these two people. ഇമോഷന്റെ അകത്തൊന്നും ചെയ്യരുത്.
Do not do anything when you are emotionally. ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ചത് ഇമോഷനാണ്. With these both people had a lot of emotions. ഫെലിസ്തീന്റെ ഇടയിൽ നിൽക്കുന്ന ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി മനസ്സലിവ് തോന്നിയാണ് പുള്ളി ഇറങ്ങിച്ചെന്നത് മോശ. Because of this, all the Israels are in between the Philistines. Saul thought that he will do it. ഫെലിസ്തീൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചാണ് താൻ ദൈവസന്നിധിയിൽ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തത് ശൗല്. Because the Philistines will kill him, that's why he went and did it. നമ്മളൊരു ട്രബിളിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുത്. When you are in trouble, don't do any action. ഉടനെ നിങ്ങൾ വിശ്വാസവുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകരുത്. Just don't go with the faith. ഞാൻ വിശ്വാസത്താൽ ഇപ്പൊ അങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാന്ന് പറയരുതേ. Don't say that I am going to step forward in faith. അവിടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. അന്യഭാഷയിൽ ശരിക്കും പ്രാർത്ഥിക്കണം. There you spend time with God and speak in tongues. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. If you are not unable to pray at that time, go in between the people who are praying and pray. അപ്പൊ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോ എന്താ ബ്രദറെ അവിടെ സംഭവിക്കുന്നത്? What happens when we speak in tongues, brother? നമ്മുടെ ബുദ്ധി അബലമായി പോകും. Our brain will not work. നമ്മുടെ തീരുമാനം വരുന്നത് നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഒരു തീരുമാനം ആപ്ലിക്കബിൾ ആവുന്നു അല്ലേ, അപ്ലൈ ചെയ്യുന്നത്. Whenever we are doing any plan, we plan from the brain, right? ഈ ബ്രെയിൻ അഫലമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. If the brain doesn't work, nothing is going to happen. അപ്പൊ ട്രബിള് വരുമ്പോൾ നിങ്ങൾ തീരുമാനത്തിന്റെ അകത്ത് വിശ്വാസം പറയരുത്. ട്രബിള് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. When you are in trouble, don't try to take any actions. Just go and pray in tongues. അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? What happens when you pray in tongues? ദൈവഹിതം നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. Slowly God will come inside us. റോമാലേഖനം 8:26 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു, വേണ്ടതുപോലെ പ്രാർത്ഥിക്കണം നാം അറിയുന്നില്ല. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് us in our weakness എന്ന് പറഞ്ഞേക്കുന്നത്. Romans say that the Holy Spirit will help us in our weakness what to do. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്നതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് വചനം പറയുന്നു. After we pray in tongues, God knows what is the plan. ആമേൻ. നമുക്ക് വരും ദിവസം ഇതിന്റെ ബാക്കി ഭാഗം എടുക്കാം. നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത്. Later on we will see about these things, but whatever we do mistake we do, that is the one that is going to have the problem. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കേൾക്കാം. Tomorrow we will look more. ആമേൻ. ഈ ദിവസങ്ങളിലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സാക്കരുത്. നമുക്ക് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്നുള്ളത് നമുക്കത് വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളെ ദൈവം വളർത്തുവാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ നമ്മളെ തന്നെ അതായത് ഇമോഷൻസ് അങ്ങോട്ടുണ്ടാകുന്ന തീരുമാനങ്ങളാണ് കുരുക്കായി നമുക്ക് മാറുന്നത്. From now onwards, we will see this the same subject. We should think what this thing is, that during the problems, we should not take any actions. നന്ദി കർത്താവ്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങ് എന്നോട് സംസാരിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ മറന്നു പോകരുത്. ഞാൻ വളരുന്ന ഒരു കൃഷിയാണ്. I am the one planting. ഓരോ ദിവസവും പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഞാൻ. Every day God is building me. ഞാൻ ഓരോ ദിവസവും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Every day God is building me. അപ്പൊ മറന്നുപോലെ ദൈവമാണ് എന്നെ പണിതെടുക്കുന്നത്. Don't forget, God is the one building you. അപ്പൊ ദൈവം എന്നെ ഏറ്റവും മനോഹരമായി പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. God will build me amazingly. പക്ഷെ നമ്മൾ പലപ്പോഴും പണിക്കിടയ്ക്ക് നമ്മൾ സ്വയം പണിയാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ബിൽഡിങ്ങിന്റെ ഷേപ്പ് മാറിപ്പോകുന്നത്. In between the God is building, you go and build in between and the shape changes. ഇനി ശ്രദ്ധിച്ചോണം, ഏതെങ്കിലും ഇമോഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, when you are going through some trouble, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ ഒരു തീരുമാനം വിശ്വാസം പോലും നിങ്ങൾ ഉപയോഗിക്കരുത്. Don't take any action, even faith, don't use it. ഇവിടെ സംഭവിച്ചത് കണ്ടോ? ഇവിടെ ശൗല് ചെയ്ത് നോക്കിക്കാൻ, വാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണെ, ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും, ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചുവല്ലോ എന്ന് വെച്ച് ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു. വേണ്ട, അപ്പൊ ധൈര്യം അഥവാ ആ വിശ്വാസം എവിടുന്ന് കിട്ടിയ ധൈര്യം? ദൈവം എന്നെ രക്ഷിക്കുമെന്ന് കരുതിക്കൊണ്ട് ചെയ്തത് വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. താൻ ഒറ്റ കാര്യം വെച്ചത്, കർത്താവ് എന്നെ സഹായിക്കും, വിശ്വാസത്താൽ ഹോമയാഗം അങ്ങോട്ട് ചെയ്തു.
Here you can see that even Saul was saying that I took strength and I did the sacrifice. He went with thinking that God told me to do sacrifice. ശരിക്കും നോക്കിയാൽ ശരിയല്ലേ? 7 ദിവസമായിട്ടും ശമൂലിനെ കണ്ടില്ല. You can see that here it is right? After 7 കൂടെയുള്ള days, the Samuel didn't come. കൂടെയുള്ള എല്ലാരും ചെതറിപ്പോവുക. Everybody is gone astray. താൻ ഒറ്റക്കായിക്കൊണ്ടിരിക്കുക. He is becoming alone. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. Everything is being destroyed. താൻ മരിക്കുമെന്ന് ഉറപ്പായി. He is going to be killed. ഈ സിറ്റുവേഷനിൽ എല്ലാരും ചെയ്യുന്നത് തന്നെയല്ലേ ശൗല് ചെയ്തത്? Everybody will do the same thing what ശൗലിന്റെ ഭാഗത്ത് ശരിയല്ലേ? From Saul's point of view it is correct. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ശൗലെ നീ എവിടെ കിടന്നവനായിരുന്നു? നിന്നെ ആരാണ് രാജാവാക്കി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്? അത് നീ മറക്കരുത്. Remember Saul, where were you before? Do you know who made you king and brought this far? നിന്നെ രാജാവാക്കാമെങ്കിൽ വാഴിക്കുവാനും ദൈവത്തിനറിയാം. If God knows to make you king, he knows to how to reign. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ട്രബിളിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. When you are going through trouble, keep on praying in tongues. അന്യഭാഷ വരവില്ലാത്തവർ ഇന്നു മുതൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊതിച്ചതിനെ ഏറ്റെടുക്കണം. If you are not having the gift of Holy Spirit speaking in tongues, keep on asking God and get it. പൗലോസ് ശ്ലീഹ പറഞ്ഞു എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്നാണ് പൗലോസ് പറഞ്ഞത്. Paul said everyone should speak in tongues. ഇതിന്റെ ബാക്കി ഭാഗം എടുക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും നാളെ. When I go forward with this, you will more understand. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ട്രാൻസ്ലേഷൻ വേണ്ട, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. നന്ദി കർത്താവ്. ദൈവം പ്രിയ മകളെ ഉപയോഗിച്ചല്ലോ, അനുഗ്രഹിച്ചു പഠിക്കുന്നു കർത്താവ്. ഇന്ന് ഏറ്റവും അനുഗ്രഹമായി തന്നെ തമ്പുരാൻ നടത്തിയല്ലോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അതിന്റെ പ്രതിഫലം തരും കൊണ്ട് നന്ദി യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ. പ്രത്യേകിച്ച് നമ്മൾ ജൂൺ മാസം ശനിയാഴ്ച നടക്കുന്ന ആലപ്പുഴയിലെ പ്രയർ സ്റ്റേഷൻ, 27-ാം തീയതി നടക്കുന്ന UK ഈസ്റ്റ് ഹാമിലെ പ്രയർ, ഇത് രണ്ടും ഓർത്ത് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചോണം. ദേശത്തിന്റെ പിശാചുക്കളെ പിടിച്ച്, പ്രത്യേകിച്ച് ഇന്നലത്തെ അന്യഭാഷ പ്രാർത്ഥന വളരെ എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് അത് യൂട്യൂബിൽ കണ്ടു കാണും അല്ലെങ്കിൽ ലൈവിൽ പങ്കുചേർന്ന് കാണും. യൂട്യൂബിൽ കണ്ടവർ മാത്രമല്ല, ലൈവിൽ പങ്കുചേർന്നവർ എത്ര പേരുണ്ടായിരുന്നു ഇന്നലത്തെ പ്രാർത്ഥന, അന്യഭാഷ പ്രാർത്ഥന സൺഡേയിലെ? നിങ്ങളത് കേൾക്കണം. അസാധാരണമായി പരിശുദ്ധാത്മാവ് പല രാജ്യങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ പറ്റി ദൈവാത്മാവ് അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഭയങ്കരമായ ഒരു സാന്നിധ്യം. എനിക്ക് അവിടെ ഞങ്ങൾക്ക് ആർക്കും അവിടെ ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഭയങ്കരമായ ഒരു ഒരു സെയിന്റ്, ഒരു വിശുദ്ധന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായി. ഞാൻ വ്യക്തമായി ആ മനുഷ്യനെ കാണാൻ ഇടയായി തീർന്നു. ആ ഒരു ഗൈഡൻസ് ആയിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങളെയും അവിടെ കൊണ്ടുപോയത്. ദൈവാത്മാവ് വായിച്ചിട്ട് ഒരു വിശുദ്ധന്റെ വലിയൊരു പ്രസൻസ് വ്യക്തമായി കാണുന്ന രീതിയിൽ അവിടെ വെളിപ്പെട്ടു വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ വ്യക്തിയെ കാണുന്നത്. ആ ഒരു വിശുദ്ധന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായ രീതിയിൽ സ്പിരിച്വൽ തലങ്ങളെ തുറന്നു കാണിക്കുവാനും ആത്മമണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി ഉണ്ടതും എന്താണ് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഇന്നലെ ഞങ്ങളുടെ അന്യഭാഷ, ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈവിലും എല്ലാവരും ഉണ്ടായിരുന്നു. അന്യഭാഷ ഒരു ടേൺ കഴിഞ്ഞപ്പോഴേക്കും ആ വിശുദ്ധനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അന്യഭാഷ ഇപ്പോൾ വാർഫെയർ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ആ വാർഫെയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവിടെ കാണിച്ചു തരാൻ ഇടയായി തീർന്നു. അത് ഭയങ്കരമായൊരു, നമ്മൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഉണ്ടായൊരു വേവിൻ്റെ റിസൾട്ടായിരുന്നു. അതായത് ശനിയാഴ്ചത്തെ ഡെലിവറൻസ് മീറ്റിങ്ങിൻ്റെ അകത്തുണ്ടായ ഒരു വേവ്, നമുക്കറിയാം ഇടയ്ക്ക് പെട്ടെന്നൊരു ആത്മാവിലൊരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു സൺഡേയിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു സമയം പോലും മിസ്സാക്കരുത്. ഒരു വലിയൊരു ഒരു സീസൺ തുറന്നു എന്നാണ്, അത് അറിയിക്കാൻ വേണ്ടിയാണ് ആ സെയിൻറ്റ് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷത ആ ഒരു സീസൺ ചേഞ്ചു എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ആ സെയിൻറ്റിൻ്റെ വരവ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ പ്രവചനങ്ങൾ ഓരോന്നോരോന്ന് കേട്ടോണം. ദൈവം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ്. അത് എപ്പോൾ സംഭവിക്കുന്നുള്ളത് അറിയില്ല, പക്ഷെ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് തമ്പുരാൻ ഇടപെട്ടത്. അതുകൊണ്ട് ഒരുങ്ങുക എന്നാണ് ദൈവാത്മാവ് പറഞ്ഞത്. ഒരുങ്ങുക. ഒരു വിശ്വാസി എന്തെല്ലാം സംഭവിക്കുന്നുള്ളതും വിശ്വാസി എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടെന്നുള്ളതെല്ലാം ദൈവാത്മാവിൽ സംസാരിച്ചിട്ടുണ്ട്. അത് മിസ്സാക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ശ്രദ്ധിച്ച് 1-2 കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇന്നേ വരെ അത് ചെയ്തിട്ടുമില്ല. അങ്ങനെ വലിയൊരു ശീലമുള്ള ഒരാളുമല്ല ഞാൻ. പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ചില ബുക്കുകൾ എഴുതുക എന്ന ഒരു നിയോഗം മുമ്പേ ദൈവാത്മാവ് ചില അഭിഷക്തന്മാരുടെ പ്രവചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ ബുക്കുകൾ എഴുതുക. അപ്പോൾ എനിക്ക് ബുക്ക് എഴുതി പരിചയമില്ല.
എങ്ങനെയാണ് ബുക്ക് എഴുതേണ്ടെന്നോ അല്ലെങ്കിൽ ആ ബുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒത്തിരി അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതുമായിട്ട് അറിയാവുന്ന ഒരു ബുക്ക് നമ്മൾ എങ്ങനെയാണ് എന്താ പറയുന്നത് എഴുതാൻ ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടെന്നുള്ളത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പ്രെയർ ലൈനുമായിട്ട് ബന്ധപ്പെടണം. ആ ഒരു നിയോഗം എനിക്ക് ചില വിഷയങ്ങൾ ദൈവാത്മാവ് തന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട ബുക്കുകൾ എഴുതുക, അനേകർക്ക് അത് കൊടുക്കുക എന്നൊരു നിയോഗം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൈമാറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ നേരിട്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. പലരിലൂടെയും ദൈവാത്മാവ് സംസാരിച്ചെങ്കിലും നേരിട്ടൊരു നിയോഗം പോലെ വന്നത്. ഇപ്പം ഞാനത് ഓർത്തപ്പോഴാണത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളവർ ഒന്ന് അതിനുവേണ്ടി നിങ്ങളൊന്ന് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാവുന്നവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോഴല്ല, പിന്നീട്. നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ എന്നോട് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ മറക്കരുത്. നമ്മൾ ഇത് വലിയൊരു ലോങ് വിഷയം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ അനുഗ്രഹം മുന്നോട്ട് കയറി വരാൻ കഴിയാതെ മിസ്റ്റേക്കുകൾ. അപ്പം നോക്കിക്കേ, മോശയ്ക്ക് പറ്റിയത് ശൗലിനെ ദൈവത്തിൻ്റെ പ്ലാൻ. നോക്കിക്കേ, ശമൂല് പറയാം, നിന്നെ ഞാൻ സ്ഥിരമായൊരു രാജാവാക്കാം. തൻ്റെ മകന് പോലും ആ അവകാശം കിട്ടിയില്ല, അറിയാവോ? നിന്നെ ഞാൻ സ്ഥിരമായൊരു രാജാവാക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അബദ്ധം കാണിച്ചു നീ. ഇമോഷൻ്റെ അകത്തുണ്ടായ തീരുമാനമാണ്. ഒന്ന്, ഇമോഷൻ ഇരിക്കുമ്പം വിശ്വാസം പോലും യൂസ് ചെയ്യരുതേ, അപകടമാണ്. ശൗൽ എന്ത് ചെയ്തു? താൻ വിശ്വാസത്താൽ എന്ത് ചെയ്തു? ഹനനയാഗം ചെയ്തു. പക്ഷെ അവിടെ കൃപ കിട്ടിയില്ല, പരാജയമുണ്ടായി, തൻ്റെ രാജ്യസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിക്കുക, അന്യഭാഷ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ. ദൈവമഹത്വം വെളിപ്പെടും. ദുഷ്ടന്റെ ആശ നശിക്കും, ദൈവമഹത്വം വെളിപ്പെടും. റുഹാറ ഭാഷകല മനഘടകരകന രകന മനഘടകരകന ഹാലലിയ റുഹാറ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കിടയ്ക്ക് ഒരു കോള് വന്നോണ്ട് അർജന്റായിട്ട് പെട്ടെന്ന് സ്റ്റൈലിനായി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊടുക്കുക. നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്നവര് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ സമയത്ത് പ്രാർത്ഥിക്കാതെ കൈയെടുത്തു വെച്ച് ഈ നിമിഷം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, യേശു എന്റെ രോഗം വഹിച്ചു, യേശു എന്റെ വേദന വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് എന്ത് വന്നിരിക്കുന്നു? കർത്താവിന്റെ അടിപ്പിണ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? അപ്പൊ ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ച് ഇത് നിമിഷം കൈയെടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം. ഞാൻ ഈ ദൈവിക ആലോചന ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് ഞാൻ ചോദിക്കും, എന്താണ് ശരീരത്തിലുണ്ടായ വ്യത്യാസം എന്നോട് പറയണം. നിർത്തരുത്, പറഞ്ഞുകൊണ്ടിരിക്കണം. വേദനയുള്ള ഭാഗത്ത്, മുഴയുള്ള ഭാഗത്ത്, നീരുള്ള ഭാഗത്ത് ഏതാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ പറയും. യേശു എന്റെ ഈ രോഗം, ആ രോഗത്തിന്റെ പേര് പറയണം. ആ വേദനയുടെ പേര്, എന്ത് വേദനയാ വന്നത്, ആ വേദന വരാൻ കാരണം എന്തുവാ? അതാ തേയ്മാനമാണ്, എൻ്റെ തേയ്മാനം, അതാണ് എടുത്തു പറയണം. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വെറുതെ പറയരുതേ, കൽപ്പിക്കണം. ശരീരത്തിൽ നിന്ന് അതിനെ ഇറക്കി വിടുന്നത് പോലെ കൽപ്പിക്കണം. ഇപ്പൊ തന്നെ മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ ഇരിക്കുന്നോടത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കുക, എന്തുവാ ഉണ്ടായ അത്ഭുതം എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. റാഖബല്ല റാമന ഹടദക ബസാരിയാന്തിരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഷാം എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. ഷാം എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുവാണ്. ഷാമിൻ്റെ ഭവനത്തിൽ ഏപ്രിൽ മാസം എന്നെ എടുത്തു കാണിക്കുക. ഏപ്രിൽ മാസവുമായിട്ട് എന്താണ് കണക്ഷനും കൂടെ നോക്കണം. ഷാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം, ആ കുടുംബത്തിൽ തന്നെ ഏപ്രിൽ മാസവുമായിട്ടൊരു കണക്ഷൻ കർത്താവ് എന്നെ കാണിക്കുവാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ
ലോർഡ് ജീസസ് കർത്താവിന്റെ വലിയ പ്രവൃത്തി ശ്യാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് എന്റെ മോന്റെ പേര് സാമെന്ന് സാമല്ല, ഒരു നിമിഷം കേട്ടെ, ഇപ്പൊ പ്രാർത്ഥിക്കരുത്. ഷാമാണ്, സാമല്ല, ഷ്യാം. ഷാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സാമല്ല, ഷ്യാം. ശ്യാം എന്റെ കുഞ്ഞമ്മയുടെ മകനാണ്. ഏപ്രിൽ മാസത്തിൽ അവന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു. ഏപ്രിൽ മാസത്തിലായിരുന്നു. എന്റെ മോന്റെ പേര് ശ്യാംജിത്ത് എന്നാ, ശ്യാമെന്ന് വിളിക്കല്. ഏപ്രിൽ മാസമായിട്ട് എന്നാ ബന്ധം? ഏപ്രിൽ മാസവുമായിട്ട് കണക്ഷൻ ഉള്ള ഷ്യാം ഏതാണോ, ആ ഷ്യാമിന്റെ ഭവനം ഏതാണോ, ആ വ്യക്തി മാത്രം നിങ്ങളൊന്ന് മ്യൂട്ട് മാറ്റിയാട്ടെ. നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദറെ, ശ്യാം എന്റെ സഹോദരന്റെ പേരാണ്. ശ്യാം ഏപ്രിൽ 13 കല്യാണം കഴിഞ്ഞത്. ഏപ്രിൽ 13 ശ്യാം എല്ലാം കഴിഞ്ഞേക്കുന്നത്. എന്റെ മകനാണ് ശ്യാം. ശ്യാമിന്റെ വിവാഹം ഇവിടെ ഈ ശ്യാം എനിക്ക് കേട്ടെ, ഈ ശ്യാം എല്ലാവരും ഉണ്ടല്ലേ, ഈ ശ്യാമിന്റെ ഭവനത്തിൽ കേറി വരുന്ന ഹോളിൽ തന്നെ ബ്രദറെ ശ്യാമിന്റെ മകനാണ്. കേട്ടെ, ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഈ ശ്യാമിന്റെ ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഉപയോഗിക്കാത്ത ഒരു കണ്ണാടി, അതായത് കണ്ണിൽ വെക്കുന്ന കണ്ണാടി വീടിന്റെ അകത്ത് കേറി വരുന്ന ആ സ്ഥലത്ത് തന്നെ ആ കണ്ണാടി ഉപയോഗിക്കുന്നേയില്ല. ആ കണ്ണാടി അവിടെ തന്നെ തട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ശ്യാമിന്റെ വീട്ടില്. ആ കണ്ണാടി ആരും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ആ കണ്ണാടി അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറേ നാളായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു കണ്ണാടി. എന്നാൽ അതിൻ്റെ ഒരു ഉടമസ്ഥനും കൂടെ ഉണ്ടായിരുന്നു. ആ ശ്യാമിന്റെ ഭവനം, അതായത് ഇപ്പൊ കണ്ണേ വെക്കുന്നയാളല്ല, ആ കണ്ണാടി ഉപയോഗിക്കുന്നേ ഇല്ല, തട്ടിൽ ഇപ്പൊ തന്നെ കേറി വരുന്നോട് തന്നെ ഇരിക്കുക. അതേതാണോ ആ ഭവനം, ഏതാണോ, ഏത് വീട്ടിലാണോ അതിരിക്കുന്നത്, ഇന്ന് ആ കുടുംബമാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി പറയാനുള്ളത്. എന്റെ വീട്ടിലാണ് ഡൈനിങ് ടേബിളിൽ കണ്ണട ഇരിപ്പുണ്ട്. ശ്യാമിന്റെ വീടാണോ? ശ്യാമിന്റെ വീടാണ്. ശ്യാം ഏപ്രിൽ 24 ആയിരുന്നു ശ്യാമിന്റെ വിവാഹം. ഓക്കെ. ഈ കണ്ണാടി ഉപയോഗിക്കുന്ന കണ്ണാടി അല്ല. അല്ല. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ കണ്ണാടി കാണൊരു അടയാളം. പക്ഷെ അതിന്റെ ഉള്ളത് കർത്താവ് പറഞ്ഞ കണ്ണാടി ഉപയോഗിക്കുന്നത് ശരിയാണോ? കണ്ണാടി ഉപയോഗിക്കുന്നില്ലല്ലോ. ഇല്ല, ഉപയോഗിക്കണില്ല. ഉപയോഗിക്കുന്നില്ല. നന്ദി യേശു. ഇന്ന് ആ ശ്യാമിന് വേണ്ടി ഞാൻ കർത്താവെ ബ്ലസ് ചെയ്യുന്നപ്പ ദുഷ്ടന്റെ പദ്ധതികൾ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചിന്റെ പ്ലാനുകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹമായി തീരട്ടെ, നന്മയായി തീരട്ടെ. കൽപ്പിച്ചുകൊണ്ടിരുന്നോണെ, രോഗികൾ കൽപ്പിച്ചുകൊണ്ടിരുന്നോണെ, അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് ഇതിന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കാലുകൾ ഉയർത്തുവാനോ നടക്കുവാനോ കഴിയാത്തവരൊക്കെ ചാടി പിടിച്ചോണം. അത്ഭുതകരമായ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുക. നന്ദി യേശുവേ. എൻ്റെ ഉള്ളത്തില് കർത്താവ് ഒരു കാഴ്ച കാണിക്കുവാണ്. ഒരു ഭവനത്തിന്റെ അകത്തൊരു കാഴ്ച. ഈ കേറി വന്നു കഴിയുമ്പോഴേക്കും അകത്തൊരു മുറിയിലാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ടേബിൾ ലാമ്പാണ്. ആ ടേബിൾ ലാമ്പ്, അതായത് മറ്റേ നമ്മൾ റീചാർജ് ചെയ്ത ടൈപ്പിൽ ഒരു ടേബിൾ ലാമ്പ് ആ ഒരു മുറിക്കകത്തിരിക്കുവാണ്. ആ മുറിക്കകത്തിരിക്കുന്ന ആ ടേബിൾ ലാമ്പിന്റെ ഇടതുവശം, അതായത് അതിന്റെ റൗണ്ടിലിരിക്കുന്ന അതിന്റെ ഇടതുവശത്ത് ഒരു പൊട്ടലുണ്ട്. താഴെ വീണ് പോയത് ഒരു പൊട്ടലുണ്ട് അവിടെ. അതിന്റെ കളർ ഇങ്ങനെ റെഡ് കളറിലെ ഒരു സംഭവമാണ് ഞാൻ കാണുന്നത്. അതിന്റെ മോളുവശം പൊട്ടിയിട്ടുണ്ട്. ഇതൊരു അടയാളമായിട്ട് ആ മുറിക്കകത്ത് ഞാൻ കാണുവാണ്. ഞാൻ ആ മുറിക്കകത്ത് മറ്റൊരു കാഴ്ച കൂടെ കാണുവാണ്. ഒരു ഷർട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുക. അതിൻ്റെ അകത്ത് ആ ഷർട്ട് ഹാങ് ചെയ്തിട്ടതിൻ്റെ അകത്ത് ഒരു ID പ്രൂഫ്, അതായത് ആ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ അകത്ത് ഒരു ID പ്രൂഫും എന്താ പറയുന്നത് മുറിക്കകത്ത് ഞാൻ കാണുക. ID പ്രൂഫിന്റെ ഉടമസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനുള്ളത്തിലേക്ക് പറയുക. മാർച്ച് മാസം ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കും. മാർച്ചുമായിട്ടൊരു കണക്ഷനും കൂടെ ഉണ്ട്. മാർച്ച് മാസം ഒരു അത്ഭുതം കൂടെ നടക്കാൻ വേണ്ടി ഇപ്പോൾ അതേത് ഭവനത്തിലാണ് അത് കിടക്കുന്നത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുക. ഏത് ഭവനമാണോ അത് ഈ അടയാളം കിടക്കുന്നത്,
ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഓടിപ്പോയി ആ മുറി ചെക്ക് ചെയ്യുക, ഓടിപ്പോയി ആ പോക്കറ്റ് തപ്പുക. അതാരാണോ, ആരുടെ വ്യക്തിയുടെയാണോ, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്ദി യേശുവേ. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ ആലോചന ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റുക. സൂമിലാണെങ്കിൽ, ലൈവിലോ മറ്റെവിടെയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ലാത്തവരെല്ലാം അത് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം. എല്ലാവരെയും കൂടെ ഞാൻ ഒരുമിച്ച് മ്യൂട്ട് ചെയ്താൽ പിന്നെ ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്കായി പോകേണ്ട. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യാത്തത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടും. ആ മുറിക്കകത്ത് ആരാണോ ക്രയവിക്രയം ചെയ്യുന്നത്, ആ വ്യക്തിക്കകത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആള് മാറിയ വ്യക്തിയെ പോലെ ആയിത്തീരാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. 2 ജോൺമാര് ആ ഭവനത്തിലുണ്ട്. അതായത് 2 ജോൺ എന്നുള്ള പേര് ഒരു ഭവനത്തിൽ തന്നെ ഞാൻ കാണുക. ഒരു ഭവനത്തിൽ തന്നെ 2 ജോൺ എന്നുള്ള പേര് ഞാൻ ഒരു കുടുംബത്തിൽ കാണുക. അതേത് കുടുംബത്തിലാണോ 2 ജോൺ ഉള്ളത്, ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനത്തിന്റെ മേൽ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുവാണ്. വാഴിക്കത്തില്ലെന്ന് വാദിക്കുന്നതിൻ്റെ അകത്ത് കർത്താവിന്റെ കൃപയാൽ നന്മയുണ്ടാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ നന്മ കൊണ്ട് കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ, സാക്ഷ്യമാക്കി ദൈവമേ അങ്ങ് മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവപ്രവർത്തികൾ നിറയട്ടെ, ദൈവപ്രവർത്തികൾ നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ ഞാനൊരു വ്യക്തിയെ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ജോൺ എന്നുള്ളത് എന്റെ ഫാദറിന്റെ പേരാണ്. എന്റെ ആങ്ങളയുടെ മോന്റെ പേരും ജോൺ എന്നാണ്. 2 ജോൺ ഉണ്ട്. 2 ജോൺ ഉണ്ട്. ഇന്ന് ഞാൻ കാണുന്ന സിസ്റ്റർ പറഞ്ഞു. എന്റെ പപ്പാടെ പേരും ജോൺ എന്നാണ്. എന്റെ പപ്പാടെ പെങ്ങളുടെ ഭർത്താവിന്റെ പേരും ജോൺ എന്നാണ്. ഞങ്ങൾ ഒരു വീട്ടിലതാ, ഒരു വീട്ടിലുള്ള അല്ലേ? ആങ്ങളയുടെ മോനാണ് ജോൺ, എന്റെ പപ്പയാണ് ജോൺ. ഒരു വീട്ടിൽ തന്നെ ഇതെല്ലാം? ഒരു വീട്ടില. പപ്പ മരിച്ചുപോയി. ഇത് 2 ഒരു വീട്ടിൽ തന്നെയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്, 3 പേരും പറഞ്ഞേക്കുന്നത്. ആലീസുമായിട്ട് ബന്ധമുള്ള കുടുംബം ഏതിൻ്റെ അത്? ആലീസ് ഉള്ള ഭവനവേദ, ആലീസ് എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ട ജോണിന്റെ ഭവനവേദ. ആലീസ് അല്ല, ആലീസുമായിട്ട് ബന്ധപ്പെട്ട ജോണിന്റെ ഭവനം ഏതാണോ ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആലോചന. ആലീസുമായിട്ട് ബന്ധപ്പെട്ടത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയും കുടുംബവും ഏതാണോ ഇന്ന് അവിടെ ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ഒരു വ്യക്തിയുടെ ബാഗാണ് കാണിക്കുന്നത്. ആ ബാഗിന്റെ അകത്തൊരു മോതിരമുണ്ട്. പക്ഷെ ആ മോതിരത്തിന്റെ ഉടമസ്ഥ ആ ബാഗിൽ ഇപ്പൊ ഇരിക്കുന്ന ആളല്ല. ആ ബാഗിന്റെ ഉടമസ്ഥയല്ല ആ മോതിരത്തിന്റെ ഉടമസ്ഥ ഇപ്പോൾ ആ ബാഗ് കൈവശം വെച്ചിരിക്കുന്ന ആളല്ല. ഇതൊരു അതായത് ഒരു സഹോദരിയുടെയാണ് ആ മോതിരം. എല്ലാരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് നോക്കി. ഈ മോതിരത്തിന്റെ ഉടമസ്ഥ ആ ബാഗിന്റെ അകത്ത് കിടക്കുന്ന ആളല്ല. പക്ഷെ മോതിരം ബാഗിലുണ്ട്. അതിന്റെ ഉടമസ്ഥ വേറെ ആളാണ്. അത് ആരുടെ ബാഗാണ് കിടക്കുന്നത്? ഈ 2 പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉടമസ്ഥയും ഇഷ്ടാണത്. അത് ആരുടെ മോതിരം? ആദ്യത്തെ ഒന്ന് പറഞ്ഞില്ലേ, അനിയത്തി ആദ്യത്തെ ലാമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അകത്തെ മുറി
ടേബിൾ ലാമ്പ് പറഞ്ഞത് പൊട്ടിയതാണ്. പിന്നെ ID കാർഡ് സിവിൽ ID ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് 20 ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. പിന്നെ ഇപ്പൊ സ്തോത്രം. രണ്ടാമത് മോതിരത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ ബാഗിനകത്ത് ഇട്ടിരിക്കുന്നത്. കർത്താവിന്റെ വലിയൊരു അത്ഭുതമാണ് ഇത്. നിങ്ങൾ കേട്ടോ? ആ ഭവനത്തിന്റെ അകത്ത് ഈ പൊട്ടിയ ഈ പറഞ്ഞ പോലെ ഈ ടേബിൾ ലാമ്പ് ഇരിക്കുന്നതും ഈ ID പ്രൂഫ് കിടക്കുന്ന അതിൻ്റെ അകത്ത് കിടക്കുന്ന വസ്ത്രത്തിന്റെ അകത്ത് കിടക്കുന്ന ID പ്രൂഫ് ഉള്ളത് സിസ്റ്ററുടെ വീട്ടിലത്. ഒരു നിമിഷം ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്തൊക്കെ സഹോദരി മാത്രം, ആ സഹോദരി മാത്രം ഇപ്പൊ സംസാരിച്ച സിസ്റ്റർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. അതെ 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 അതെ. ഇനി മ്യൂട്ട് ആക്കരുത്. മ്യൂട്ട് ആക്കിയാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ സംസാരിക്കുമ്പം ശബ്ദം ക്ലിയർ ആവും. സിസ്റ്ററെ, ഞാൻ ഈ പറഞ്ഞ പോലെ അകത്തിരിക്കുന്ന ഈ ടേബിൾ ലാമ്പിന്റെ മുകൾവശം പൊട്ടിയിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ ID പ്രൂഫ് അടയാളമായ വസ്ത്രത്തിന്റെ അകത്ത് സിസ്റ്ററുടെ ഭവനത്തിലാണ് ഈ കേട്ട ആലോചന. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പറയാവോ? എന്താ പറഞ്ഞേ? ഈ പറഞ്ഞ ആലോചന കയറി വരുമ്പം ഈ ടേബിൾ ലാമ്പ് പൊട്ടിയിരിക്കുന്നതും ഈ ID പ്രൂഫ് അവിടെ ഉള്ളതും സിസ്റ്ററുടെ ഭവനത്തിലാണ്. അതെ അതെ അതെ, അകത്തെ മുറിക്കകത്ത്. ഞാനിപ്പോ അത് എടുത്ത് ഒന്നുകൂടെ നോക്കി, അത് പൊട്ടിയിരിക്കുക. കർത്താവ് എത്ര വിശ്വസ്തൻ. ആ ഭവനത്തിന്റെ അകത്ത് സിസ്റ്റർ ഇപ്പൊ പോയി സിസ്റ്റർ നോക്കിയപ്പോഴാണ് നോക്കിയത് പൊട്ടിയിരിക്കുകയെന്നല്ലേ കൺഫേം ചെയ്യുക. ഇന്ന് റേഞ്ച് കട്ടാവുന്നുണ്ട്. സിസ്റ്റർ, മാർച്ച് മാസമായിട്ട് എന്തായിരുന്നു ആ ID പ്രൂഫിലുള്ള ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ എന്തായിരുന്നു മാർച്ച് മാസം? എങ്ങനെയാ ബ്രദറെ ഒന്നുകൂടെ പറയാമോ? ID പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട ആ പറഞ്ഞില്ല. മാർച്ച് 20 വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി അത് ആരുടെ ID പ്രൂഫ്? അത് എന്റെ സിസ്റ്ററുടെ ID പ്രൂഫ് ആയിരുന്നത്. അതെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തിയെ ദൈവം തൊടുവാന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ ഈ ബാഗിന്റെ അകത്ത് മോതിരം കിടക്കുന്ന ആരുടെ? അത് അനിയത്തിയുടെ, എന്റെ ബാഗിനകത്താ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ മോതിരം കണ്ടപ്പം ആ മോതിരത്തിന്റെ ഉടമസ്ഥ എന്നോട് ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയും, ആ വ്യക്തിയുടെ മോതിരമല്ല ഇത്, ഇതൊരു സിസ്റ്ററുടെ മോതിരമാന്നാ പറഞ്ഞത്. അപ്പൊ സിസ്റ്ററുടെ മോതിരം അത് അല്ലേ? അതെ, അനിയത്തിയുടെ. കർത്താവ് എത്രത്തോളം കാണുന്നു നമ്മളെ. ദൈവം എത്രത്തോളം നമ്മളെ കാണുന്നു. നമ്മൾക്ക് ഈ ബാഗ് തുറന്നു നോക്കാതെ ഇതിൻ്റെ അകത്തുള്ളത് കാണാൻ ഒരു വഴിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവെല്ലാം അറിയാം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രണ്ടുപേരുമായി ബന്ധപ്പെട്ടൊരു ഡെലിവറൻസ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദുഷ്ടപിശാചിന്റെ പദ്ധതികൾ തകർന്നു പോട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ്. പറഞ്ഞു സിസ്റ്ററെ. ജോൺ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ പപ്പയുടെ പേര് ജോൺ എന്നായിരുന്നേ. പിന്നെ എന്റെ അമ്മാച്ചന്റെ പേരും ജോണാ. പിന്നെ എന്റെ വീട്ടിൽ വിളിക്കുന്ന ആലീസ് എന്നാണ് പേര്. ആലീസ്, അതായത് രണ്ട് ജോണുമാരുമായി ബന്ധപ്പെട്ട ആലീസുമായിട്ട് ബന്ധപ്പെട്ട ഭവനം സിസ്റ്ററുടെ ഭവനമാ. എന്റെ ശരിക്കുള്ള പേര് റെനി എന്നാ. പക്ഷെ എന്റെ വീട്ടിൽ വിളിക്കുന്ന ആലീസ് എന്നാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ആലീസിന്റെ മേൽ ആ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ഇന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം മുമ്പ് ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. ഇത് വാഴിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ട ഒരു സാധനം ഇപ്പൊ തുടങ്ങിയതല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയതാ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ ഭവനത്തിന്റെ അകത്ത് തളം കെട്ടി നിൽക്കുക. ഇപ്പൊ ഞാൻ അതിനെ യേശുവിന്റെ നാമത്തിൽ ഈ ജോണുമാരിലൂടെ കയറിക്കൂടിയതിനെ ആലീസിലേക്ക് പകർത്താൻ നോക്കുന്നതിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നു. അത്ഭുത കരം വെളിപ്പെടാൻ വേണ്ടി പോകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടോ. വലിയ മാറ്റം സംഭവിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചോണേ. എന്നുള്ളത് കർത്താവ് പറയുന്നു. ഒരു സിസ്റ്ററാണ്, ഒരു ചേച്ചിയാണ്. ആ ചേച്ചി പക്ഷെ റോമിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തി റോമിലാണ്.
ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സിസ്റ്ററാണത്. ആ വ്യക്തി റോമിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഒരു മാല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതേത് വ്യക്തിയുമാണോ റോമിലുള്ള സിസ്റ്ററുമായിട്ട് കണക്ഷൻ ഉള്ളത്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു തലമുറയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മാല എന്ന് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുന്ന ഒരു സിമ്പലായിട്ട് എന്നെ കാണിക്കുവാണ് ഈ മാല. ഈ മാലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ ഡോറ്, അതായത് ആ ഒരു സ്ട്രഗിള്, അതിൻ്റെ അകത്തുനിന്നും ഒരു മാലയിൽ തുടങ്ങിയ ഒരു വിഷയം ഇന്നത് അത്ഭുതമാകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് ആരുമായി ബന്ധപ്പെട്ടതാണോ? റോമുമായി ബന്ധപ്പെട്ട, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് കണക്ഷനുള്ള വ്യക്തിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും. അതെവിടെ തുടങ്ങിയോ അവിടെ തന്നെ അതിൻ്റെ അകത്തൊരു പ്രതിക്രിയ ഉണ്ടാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ നിങ്ങൾ ഈ ബ്രദറെ പറഞ്ഞു ബ്രദറെ, ഈ ദൂതുമായിട്ടല്ല ഇതിന് മുന്നേ പറഞ്ഞത്. അപ്പോഴും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ബ്രദറെ പറഞ്ഞില്ലായിരുന്നു റൂമിൽ ഇങ്ങനെ ബെഡ് ലാമ്പ് ഉണ്ട്, പിന്നെ ഐഡിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അത് ബെഡ് ലാമ്പ് ഉണ്ട്, പിന്നെ അത് ഡ്രോയ്ക്കകത്താണ് ഐഡി. അത് എന്റെ ഐഡിയ ആണ്. അയ്യോ സിസ്റ്റർ, ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, ഡ്രോയിലല്ല, ഒരു വസ്ത്രത്തിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന ID പ്രൂഫ് എന്നാ പറഞ്ഞത് കേട്ടോ. ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പറഞ്ഞത് കേട്ടോ. അതല്ല ബ്രദറെ, സോറി, ഹാങ് ചെയ്തിട്ടിരുന്ന പറഞ്ഞ കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഇന്ന് ഞങ്ങൾ ഈ സമയത്ത് ശരീരത്തിന്റെ അകത്തേക്ക് ആ രോഗസൗഖ്യം അനുഭവിച്ച ആരെങ്കിലും ഇപ്പം ഇതിനകത്തുണ്ടോ? കൽപ്പിച്ചുകൊണ്ടിരുന്നവർ നിർത്താതെ അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ ചെയ്തവര്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? ആ ലോകത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുവല്ല, നമ്മൾ കൽപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന കാലം കഴിഞ്ഞു. അത് പഴയ നിയമമാണ് പ്രാർത്ഥിക്കുന്നത്. യേശു പഠിപ്പിച്ചത് പുറത്താക്ക, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. കണ്ടോ, അവിടെ പ്രാർത്ഥിക്കാൻ യേശു മർക്കോസിന്റെ 16 പറയുന്നില്ല, നിങ്ങൾ പുറപ്പെട്ടു പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ. റെഡിയാണോ? നമ്മൾ യേശുവിന്റെ നാമത്തിൽ എത്ര പേര് എന്ന് സ്വന്തം കൈ എടുത്തിട്ട് പറഞ്ഞ് എന്റെ കയ്യിലൂടെ എന്റെ ശരീരത്തിൽ അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. അതിനു മുമ്പായിട്ട് ഈ രശ്മി എന്ന് പറയുന്ന വ്യക്തി ഒരു ഭവനത്തിന്റെ അകത്തുണ്ട്. രശ്മി നിൽക്കുന്ന ഒരു ഭവനം ഈ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് രശ്മി ഈ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭവനത്തിലുണ്ട്. അത് ഏതാണോ രശ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം, രശ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം, ഭവനത്തിന്റെ മേൽ, ഈ രശ്മിയുടെ മേൽ, കുടുംബത്തിന്റെ അകത്ത് ഒരു ഗുഡ് ന്യൂസിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ ഏതാണോ ആ രശ്മിയുടെ ഭവനം ഇപ്പോൾ ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എന്റെ പ്രിയരെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്റെ കൂടെ സഭയിൽ ആരാധിക്കുന്ന ഒരു മകളുണ്ട് രശ്മി. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ അത്ഭുതകരം ഈ സമയത്ത് രോഗത്താലും വേദനയാലും ഭാരപ്പെടുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. രോഗത്താലും വേദനയാലും ഇരിക്കുന്നവർ മാത്രം. നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇനി കേട്ടെ, നിങ്ങൾ മ്യൂട്ട്, ഇപ്പൊ വർത്താനം പറയല്ലേ, ഒരു നിമിഷമേ. അതോടെ ഒരൊറ്റ ആലോചനയോടെ ഞാൻ കൈമാറിക്കോട്ടെ. ഒരു വീടിന്റെ ഫ്രണ്ടിൽ, എൻ്റെ ഉള്ളത്തിൽ ഇപ്പൊ പെട്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു, വീടിന്റെ ഫ്രണ്ടിൽ ഹോളിൽ തന്നെ പഴയ ഫോട്ടോയാണ്. ഒരു മാവിനോട് ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ആ
ആ പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കാണുന്നത്. മാവ് മരം, ഈ ചാഞ്ഞു നിൽക്കുന്ന മാവിനോട് ചേർന്ന് നിന്ന് എടുത്ത ഒരു ഫോട്ടോ, കയറി വരുന്ന ഹോളിൽ തന്നെ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മാവിൻ്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുന്നത്. അന്നും കണ്ണാടി വെച്ചിട്ടുണ്ട് ആ ഫേസിൽ. അത് ഏത് ഭവനത്തിലാണ് ആ ഫോട്ടോ ഇരിക്കുന്നത്? മാവിനോട് ചേർന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞ് കാണുന്ന ഞാൻ കാണുക. അതിലോട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. പഴയൊരു ഫോട്ടോ പോലെ തോന്നുന്നത്. അത് ഏത് ഭവനത്തിലാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ കയറിക്കൂടിയ ചില വിഷയങ്ങൾ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് വിട്ടു മാറാൻ വേണ്ടി പോവാണ്. ഏത് വീട്ടിലാണോ ആ ചിത്രം ഉള്ളത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ. ദൈവപ്രവൃത്തിയെ റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണേ. നന്മ കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കുക. എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തെ നമ്മളിപ്പോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ആ രോഗമുള്ള എത്ര പേർ? അതിന്റെ വീട്ടിലാണ് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. കേറി വരുന്നിടത്തല്ല ഫോട്ടോ ഇരിക്കുന്നത്. ഞാൻ കുടുംബമായിട്ട് നിൽക്കുന്നതാണ്. വൈഫാണ് കണ്ണാടി വെച്ച് നിൽക്കുന്നതാണ്. ഈ മാവിന്റെ കമ്പിനോട് ചേർന്നാണോ നിൽക്കുന്ന ഫോട്ടോ? ആന്നു. ഞാനിത് പറഞ്ഞപ്പോ എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ആ വ്യക്തിയെ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുള്ളൂ. മറ്റുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ വ്യക്തിയെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് കയറിയതിനെ ഇന്ന് കർത്താവ് അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഇന്ന് ആ വ്യക്തിയിലൂടെ കടന്നു കൂടി ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടിയ ചില കാര്യങ്ങൾ യേശുവിന്റെ നാമ ദുഷ്ടന്റെ പ്ലാനുകളെ വെട്ടിമാറ്റുന്നപ്പ, പിശാചിന്റെ പ്രവർത്തികളെ വെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ മുറികൾ കാണുമ്പോൾ നമുക്ക് കാണുന്ന ഒരു അടയാളം വെച്ചാണ് ഇത് പറയുന്നത്. ചിലപ്പോൾ ഇതിന്റെ പൊസിഷനും രൂപങ്ങളും എല്ലാം കണ്ടിട്ടാണ് പറയുന്നത്. അതിന്റെ ഷേപ്പുകൾ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇടപെട്ടെന്നിരിക്കും, ചിലപ്പം മനസ്സിലാകുന്ന ബോധ്യങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അത് ഹോളായിട്ടായിരിക്കും എനിക്ക് തോന്നിയത് കയറി വരുന്നത്. പക്ഷെ ഈ ഫോട്ടോ കറക്റ്റ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കണ്ണാടി വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയിലെ ആൾ. ഉണ്ടോ ബ്രദറെ? കണ്ണാടി വെച്ചിട്ടുണ്ടോ ബ്രദർ? കേൾക്കുന്നുണ്ടോ? കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ മരത്തിന്റെ ശിഖരം ഇങ്ങനെ താന്നാണ് നിൽക്കുന്നത്, മാവിന്റെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്ത ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ നാമത്തിൽ ഡിസംബർ മാസം, ഡിസംബർ എന്നെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണും. ഡിസംബർ ലംഫോ റമാന ഹസ്ബേന ഹൽബേരിയ. പ്രാർത്ഥനയോടിരുന്നോണം. ഓരോ ആലോചന കേൾക്കുമ്പോഴും പ്രാർത്ഥനയോടിരുന്നോണം. ഡിസംബർ മാസം ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള. നന്ദി കർത്താവ്. ഒരു നിമിഷം ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം റെഡിയാണോ എന്ന് പ്രാർത്ഥിക്കാം? യേശു പറഞ്ഞോട്ടെ. 8 വർഷമായി ബ്രദറെ. എന്റെ 2 കാൽമുട്ടും ചളുവിനും തേയ്മാനമാണ്. ഇന്ന് സിസ്റ്ററെ അത്ഭുതമാണ്. ഇന്ന് അത്ഭുതമാണ്. ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. തേയ്മാനമുള്ളവര്, കാലിന് വേദനയുള്ളവര്, കണ്ണിന്റെ കാഴ്ച കുറവുള്ളവര്, കണ്ണാടിയൊക്കെ ഒന്ന് ഊരി മാറ്റാവോ പ്രിയരെ? കണ്ണാടിയൊക്കെ ഊരി മാറ്റിക്ക്. ചെവിയുടെ ഇയർബഡ്സ് വെക്കുന്നവര് ആ ചെവിയിലെ ഏത് ചെവിയിലാണോ ഇയർബഡ്സ് വെച്ചിരിക്കുന്നത് അതൊന്ന് ഊരി മാറ്റിയിട്ട് ആ വിരല് പയ്യ ചെവിയുടെ ആ ഹോളിലോട്ടൊന്ന് വെക്കണവേ. കണ്ണാടി ഊരി മാറ്റിക്ക്. കണ്ണാടി ഇല്ലാതെ ഇന്ന് വായിക്കാൻ വേണ്ടി പോവാണ്. യേശുവിലുള്ള സൗജന്യമായി, കർത്താവ് പറഞ്ഞു സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കാനാണ് പറഞ്ഞത്. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തതാ. ധൈര്യമായിട്ട് കൈവച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ വേദനയുള്ളവര്, മുഴയുള്ളവര്, ഏതാണോ ശ്വാസതടസ്സമുള്ളവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, തേയ്മാനമുള്ളവര്, ഏത് മേഖലയ്ക്കകത്ത് ഞരമ്പിലോ അസ്ഥിക്കോ ആന്തരിക അവയവത്തിലോ ഷുഗറോ പ്രഷറോ ഏതാണോ, ഇനി ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരുണ്ടോ, എല്ലാം കൈയെടുത്തു വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. റഥുമഹാസിയാന്തരി പരിശുദ്ധാത്മാവെ കൈയോടെ വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ
കർത്താവെ രോഗശക്തിയോട് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ശരീരം വിട്ട് കൈ മാറ്റരുതേ. ആ ശരീരത്തിൽ കൈ വെക്കണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹീലിംഗ് പവറിനെ റിലീസ് ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കാര്യത്തിന് നന്ദിയപ്പ. ആ ശരീരത്തിന്റെ അകത്ത് കർത്താവെ പൂർണ്ണ സൗഖ്യം ആ രോഗശക്തിയോട് കൽപ്പിക്കുന്നു, അതിനെ പുറത്താക്കുന്നു. എ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹീലിംഗ് പവർ ശരീരത്തിന്റെ അകത്ത് മൂവ് ചെയ്യുന്നു. ആ വേദനകളെ ബ്രേക്ക് ചെയ്യുന്നു. വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, പാരമ്പര്യ ശക്തി രോഗങ്ങൾ എല്ലാത്തിനെയും ആത്മാവിൽ വെട്ടിക്കളയുന്നപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചേടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗാത്മാവിനെ രോഗശക്തിനെയും പിടിച്ചു കെട്ടുന്ന എൻ്റെ റൂട്ടുകളെ വെട്ടിക്കളയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ? വേഗത്തിൽ ചെക്ക് ചെയ്യാവോ? ഇപ്പൊ പ്രാർത്ഥിച്ചവര് ഒന്ന് ചെക്ക് ചെയ്ത്. പ്രാർത്ഥിച്ചവര് ഇപ്പൊ ആ പ്രാർത്ഥന കൈക്കൊണ്ടവര് ഒന്ന് ചെക്ക് ചെയ്യാവോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേഗത്തിൽ ചെക്ക് ചെയ്യാവോ? എന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോ മുതലേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രസംഗം തീർന്നു കഴിഞ്ഞ വചനവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വിടുതലായി. പിന്നെ ബ്രദർ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പൂർണ്ണ വിടുതലായി ഇപ്പം. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി. യേശുവിനകത്തില്ല. അടുത്തയാള് ചെക്ക് ചെയ്തേ വേഗത്തിൽ. ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളെ ആ കൈയും കാലും എന്താണോ കഴിയാത്തൊന്ന് ചെക്ക് ചെയ്തേ, വേഗത്തിൽ ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ. പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ആ ചെക്ക് ചെയ്തേ. എന്നാ വ്യത്യാസം? പണ്ടത്തെക്കാളും ഭേദം മാറ്റമുണ്ട്. ആ നന്ദി കർത്താവെ. നമ്മള് പ്രാർത്ഥിക്കുമ്പോ പോകും, കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും വരും. അതെന്നറിയോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോയിട്ട് പിന്നെയും ആ രോഗങ്ങളോ വേദനകളോ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ രോഗത്തിന് കയറാനുള്ള ഒരു വാതിൽ. നമുക്കറിയാം, നമ്മൾ വീട്ടില് കോഴീനെയും പൂച്ചേനെയൊക്കെ പുറത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് അകത്തോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറയും നമ്മളതിനെ പുറത്താക്കി ആ വാതിലിന്റെ അടുത്തൂടെ പുറത്ത് കളഞ്ഞതാ. പക്ഷെ വാതിൽ അടച്ച് പിന്നെ അത് വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതോ ഒരു ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പൊ ഇനി മുതല് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും രോഗം ശരീരത്തിന്റെ അകത്ത് വരുന്ന ആൾക്കാർ എല്ലാവർക്കും, ചിലർക്ക് അങ്ങനെ വരുന്നുണ്ട്. ആ ഡോർ അടച്ച് കർത്താവേ, ആ രോഗവും വേദനയും വരുന്ന ഡോർ ഏതാണോ, പിശാച് രോഗവും എന്നിലേക്ക് കയറുന്ന ഡോർ ഏതാണോ, അത് ഞാൻ യേശുവിന്റെ നാമത്തിൽ നോഹ പെട്ടകത്തിന്റെ അകത്ത് കയറി ദൈവം വാതിലടച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഡോറിനെ അടച്ചു പ്രാർത്ഥിക്കുന്നു. ആ ഡോർ അടയട്ടെ എന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിന്നെ മേലല്ല വേദന വരത്തില്ല കേട്ടോ. നന്ദി കർത്താവേ. ചെക്ക് ചെയ്തേ പറഞ്ഞോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷ്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? വേദന ഇപ്പോഴും ശരീരത്തിന്റെ അകത്തുള്ളവരാരൊക്കെ ഉണ്ട്? ഉണ്ട്. ഇനി കൈ എടുത്ത് വെച്ച് ഈ അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യുന്ന വർത്തമാനം എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് കൈവച്ച്. ഇപ്പൊ വേദനയുള്ള കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കൈവച്ച്, അവിടെ കൈവച്ച വേദനയുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ കൂടെ പറഞ്ഞോണ്ട് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. കർത്താവിന്റെ വേദന ചുമന്നു. കർത്താവിന്റെ രോഗത്തെ വഹിച്ചതാ. കർത്താവിന്റെ വേദന ചുമന്നതാ. എന്റെ ശരീരത്തിൽ രോഗത്തിന് അവകാശമില്ല. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. ഇത് രോഗത്തിലിരിക്കുവാൻ കഴിയത്തില്ല. രോഗശക്തിക്ക് വാഴുവാൻ കഴിയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ സൗഖ്യം
ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞേ, സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. സൗഖ്യം എന്റെ അവകാശമാണ്. അത്ഭുതം എന്റെ അവകാശമാണ്. കർത്താവ് എന്റെ വേദന ചുമന്നതാണ്. കർത്താവ് എന്റെ രോഗം ചുമന്നതാണ്. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഇനി ചെക്ക് ചെയ്തേ, എനിക്കൊരു പൂർണ്ണമായ മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് നന്ദി കർത്താവ്. ചെക്ക് ചെയ്തേ. ബ്രദറെ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. ഇപ്പൊ അത് സൗഖ്യമായി. ഇപ്പൊ അത് മാറി പൂർണ്ണമായിട്ടും. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാളെ നോക്കാൻ പറ്റുമോ? ഉറക്കെ പറഞ്ഞേ. പറഞ്ഞോ. ഇടത്തെ കാലിന് മരപ്പായിരുന്നു കൈക്ക്. ഇടത്തെ കൈയുടെ ഷോൾഡറിന്റെ ഇപ്പൊ മാറി വിട്ടുപോയി. ഇത്ര നേരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് മാറി. അത് മാറി. അത് കൈ വന്നപ്പോ ഒരു തണുപ്പ് പോലെ വന്നിട്ട് നമുക്ക് അറിയാം എങ്ങനെ. തണുപ്പ് ഇങ്ങനെ വേണം. എന്റെ ദൈവം, ഇത് ആരാണോ മുഴുവൻ ഇങ്ങനെ ഒച്ച വെച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന്. കർത്താവ് സൗഖ്യം ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് 3 ദിവസം കൊണ്ട് മൈഗ്രെയിന്റെ തലവേദനയായിരുന്നു. തല ഒരു സൈഡ് വെച്ചാണ് കിടക്കുന്നത്. ഭയങ്കര വേദന എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം സൗഖ്യമാണ്. നന്ദി കർത്താവെ. ബുദ്ധിമുട്ട് സൗഖ്യമാക്കി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും? അടുത്തയാള് ചെക്ക് ചെയ്തേ. എന്താണോ കഴിയാത്തത് അത് ചെയ്തു നോക്കുക. കർത്താവിന്റെ അത്ഭുതം പ്രവേശിച്ചവര് മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. മോന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അത് ഡെലിവറി നടന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ സുഖപ്രസവവും നടന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദി കർത്താവ്, അങ്ങ് വിടിവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് സാറ്റർഡേ ഞാൻ സാക്ഷ്യം പറയാൻ ബ്രദറിനോട് ഞാൻ എന്റെ ബ്രദറിന്റെ കാര്യത്തെ പറഞ്ഞായിരുന്നു. ദുബായില് ജോലിയുടെ കാര്യം ഭയങ്കര കാര്യങ്ങളാണെന്ന്. അപ്പൊ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവൻ ജോലി ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ, കേരളത്തിൽ തന്നെ, പക്ഷെ വേറെ ബ്രാഞ്ചിലേക്ക് പോസ്റ്റ് ആയിട്ട് കൊടുത്തു. നന്ദി കർത്താവ്. ആ വിഷയത്തിന് മാത്രമേ ഉള്ളൂ സാലറിന്ന്. അപ്പൊ അപ്പോയിന്റ്മെന്റ് കിട്ടി. ഇന്നലെ അവൻ നാട്ടിലോട്ട് പോയി എത്തി. ഒത്തിരി താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ശനിയാഴ്ച അന്ന് രമ എന്ന് പറഞ്ഞ ഒരു ഭവനം പറഞ്ഞ, അത് എന്റെ ഭവനായിരുന്നു ബ്രദറെ. അത് ഏറ്റെടുത്തോ ആലോചന? കേട്ടോ, ആലോചന എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് എന്താണ് ഇങ്ങനെ മാത്രം പറഞ്ഞോളൂ. അത് ഇന്നലെ എനിക്ക് തോന്നുന്നത് ആ ഡെലിവറൻസ് മീറ്റിംഗിന്റെ വീഡിയോ നമുക്കത് ലൈവ് ഷെയർ ആയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഇല്ല. അതുകൊണ്ട് ഇനി എപ്പോഴേലും പ്രാർത്ഥിക്കുക. അടുത്ത ഇതാരെ വർത്താനം പറയുന്നത്? ആ സമയത്ത് നമുക്ക് ഇനി പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവാത്മാ വീണ്ടും അത് വീണ്ടും വെളിപ്പെടുത്തും. കേട്ടോ, അത് എനിക്കത് വ്യക്തമായിരുന്നെല്ലാം ബ്രദർ പറഞ്ഞില്ലായിരുന്നു എന്താണെന്നുള്ളത്. പ്രാർത്ഥിക്കാൻ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ബ്രദർ കഴിഞ്ഞ മാസം എന്നോടൊരു ആലോചന പറഞ്ഞായിരുന്നു. 1980 ബന്ധപ്പെട്ട് സന്തോഷിന്റെ ഭവനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അത് എന്റെ ഹസ്ബൻഡ് ഇപ്പം സ്നാനപ്പെട്ട് കഴിഞ്ഞ ആഴ്ച. നന്ദി കർത്താവ്. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയൊരു സാക്ഷ്യമാണ് നടന്നത്. മാനസാന്തരം കൊടുത്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാനിവിടെ പ്രേയർ കൂടാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെ വചനങ്ങളൊക്കെ ബ്രദർ പറഞ്ഞ വചനങ്ങളൊക്കെ പറയുമായിരുന്നു. അതിലൊരു വചനം ഉണ്ടായിരുന്നു, നീ നിർമ്മിക്കാത്ത എല്ലാ സൗകര്യങ്ങളുള്ള നീ നിർമ്മിക്കാത്ത വീടും, അതുപോലെ തന്നെ നീ വറുക്കാത്ത വിനിയാടും, നീ കുഴിക്കാത്ത കിണറും കിട്ടും. അങ്ങനെ ഒരു ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പറയുമായിരുന്നു, എല്ലാ ദിവസവും പറയുമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങള് ഇപ്പൊ റിട്ടയർ ആയപ്പോഴത്തേക്കും അങ്ങനെ എനിക്കൊരു അതുപോലെ തന്നെയുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന്
വീടും അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥലമൊക്കെയുള്ള ഫാമൊക്കെയുള്ള കിണറൊക്കെയുള്ള അതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ കിട്ടി. അത് എനിക്ക് ശരിക്കും വിശ്വാസമുണ്ട്, ഇങ്ങനെ വചനം പറഞ്ഞിട്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഇതൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. വചനത്തിൽ പറഞ്ഞ പോലെ നട്ട് നനയ്ക്കുക, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും നട്ടു നനയ്ക്കുന്ന തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന തരുവെന്നുള്ള വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അത് വലിയൊരു അത്ഭുതം പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ഫാമും ഭവനവും എല്ലാം ചേർത്ത സജ്ജീകരണം കിട്ടി. അപ്പൊ വചനം പറഞ്ഞാൽ അതിന് അത്ഭുതം ഉണ്ടെന്നുള്ളതിന്റെ സാക്ഷ്യമാണിത്. ആ സകല സമ്പത്തും നിറഞ്ഞിരിക്കുക, അതൊരു അടുത്ത ശ്രദ്ധിച്ചോണം, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ സമ്പത്തുകൾ നിറയും, സമാധാനത്തോടെ ഭക്ഷിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, കർത്താവിന്റെ സാക്ഷ്യമാണ്, ദൈവം തന്നതാണ്. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. കാലും മുട്ടുവേദനയും പിന്നെ ഗ്യാസ് ട്രബിളും എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ കാലും മുട്ടുവേദന കുറഞ്ഞെങ്കിലും ഗ്യാസ് ട്രബിൾ കുറഞ്ഞിട്ടില്ല ബ്രദറെ. പിന്നെ ഉറക്കമില്ല, രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം. ആ മുട്ടുവേദന സൗഖ്യമായോടെ തന്നെ കൈവച്ചോണം. അത് ബാക്കി വേദനയും കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞ, യേശുവിന്റെ രോഗത്തെ വഹിച്ചു. ഇത് എന്റെ ശരീരമല്ല, ഇത് യേശുവിന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരത്തിൽ രോഗമില്ല, അതുകൊണ്ട് എന്റെ ശരീരത്തിലും രോഗത്തിന് വാഴുവാൻ കഴിയത്തില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, അത്ഭുതം തന്നെ വരും കേട്ടോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. അടുത്തയാള് ചെക്ക് ചെയ്തേ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. മോൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ജോലി കിട്ടി, ഇന്നോട്ട് ജോലിക്ക് പോയി ഒടുങ്ങി. കർത്താവിന് നന്ദി. കർത്താവ് തൊട്ട വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. അന്ന് ചെവിട് കേൾക്കുന്നില്ല മനസ്സിലായിരുന്നു, വലത്തെ ചെവിട്. ഹലോ, പറഞ്ഞു. വലത്തെ ചെവിട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. ചെറുങ്ങനെ കേൾക്കുന്നുണ്ട്, പൂർണ്ണ സൗഖ്യമായില്ല, പിന്നെ ചെറുങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കാത്ത ചെവിയായിരുന്നു, ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അത് വലിയൊരു കാര്യമാണ്. ആ ചെവി തുറന്നതിന്റെ, അതായത് കേൾക്കാത്ത ചെവിയായിരുന്നു അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? ചെവി കേൾക്കാത്ത ആളായിരുന്നു, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് കേൾക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം കർത്താവിന്റെ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. കൈവച്ച് പറഞ്ഞു, കർത്താവെ പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. അടഞ്ഞ ചെവിയാണ് ഇപ്പൊ തുറന്നു വന്നിരിക്കുന്നത്, കേൾക്കാത്തതാണ് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് വലിയ അതിശയമാണ്. കൈവച്ച് പറഞ്ഞോണം, പൂർണ്ണ സൗഖ്യം ഞാൻ കാണും കേട്ടോ. അവകാശിയാന്ന് പറഞ്ഞോണേ. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. പറഞ്ഞോ. അതെ, എന്റെ ഭർത്താവും കൂടി കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് പോയിരുന്നെ. അപ്പൊ അവിടെ ഞങ്ങൾ ആൾക്ക് ഭയങ്കര പെട്ടെന്നൊരു വിറയലും അങ്ങനെ വീഴാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പിടിച്ചു. വേറെ രണ്ടുപേരും കൂടി വന്ന് പിടിച്ചു. അപ്പൊ തന്നെ ആൾക്ക് മിണ്ടാട്ടമില്ലാണ്ടായി, കയ്യും കാലൊക്കെ ഇങ്ങനെ ഒട്ടും അനക്കണമില്ല, ആകെ കണ്ണൊക്കെ വീഴ്ച, ഭയങ്കര ഒരു പ്രശ്നമായിപ്പോയി. അപ്പൊ തന്നെ എങ്ങനെയോ എന്നറിയില്ല, ഞാൻ അപ്പൊ തന്നെ കർത്താവെ രക്ഷിക്കണേ, യേശുവെ രക്ഷിക്കണേ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ അവര് ആരൊക്കെയോ വന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇതുമാതിരി തന്നെയായിരുന്നു, മിണ്ടണമില്ല, കയ്യും കാലൊന്നും അനക്കണമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് സിസ്റ്റർ വന്ന് അങ്ങനെ 2 പ്രാവശ്യം വിളിച്ച് പേര് ചോദിച്ചപ്പോ ആദ്യം 2 പ്രാവശ്യം പറഞ്ഞതൊന്നും തിരിയണുണ്ടായില്ല. 3ാമത്തെ പ്രാവശ്യം സിസ്റ്റർ വന്ന് പേര് ചോദിച്ചപ്പോ പേര് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് തെളിച്ച് നന്നായിട്ട് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു. അത് കർത്താവ് എന്നെ ഞങ്ങളെ ശരിക്കും അവിടുന്ന് രക്ഷിച്ചതാണ് വിശ്വസിക്കുന്നു ബ്രദറെ. നന്ദി കർത്താവെ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവം ജീവനുള്ള ദൈവമാണ്. വെടിവെച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു പ്രയറിന് ബ്രദറെ, അത് ചേച്ചിന്റെ മോളാണ്, ഓള് ചെക്കിലാണുള്ളത്. അപ്പൊ ഇന്ന് ഒന്ന് കൺസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള തരത്തിലൊന്ന് നോക്കാൻ വേണ്ടി ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരുന്നു. പോലും ചെല്ലാൻ പറഞ്ഞപ്പോ അത് പുറത്തായത് കൊണ്ട് ഇന്ന് തന്നെ അതിനെ എടുത്തു കളയണം പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ് വിളിച്ച വൈകുന്നേരം. ഒന്ന് പ്രാർത്ഥിക്കണം, വേറെ ആരും അവിടെ ഇല്ല.
അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗത്തിൽ ദൈവമേ, ദൂതന്മാരെ അങ്ങ് അയച്ച കർത്താവ് ഇവർക്ക് സഹായമായി അങ്ങ് വെളിപ്പെടുന്നില്ലപ്പ. അങ്ങ് സഹായിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പാസ്റ്റർ സോത്രം പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർ, എനിക്ക് വയറ്റിന്റെ ഉള്ളിൽ ഒരു മുളയുണ്ട്. ഓപ്പറേഷൻ ആക്കാനും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ഇപ്പൊ 4 മാസമായിക്ക്. എങ്ങനെ അടുത്ത് പൈസ ഇല്ല, ഒന്നില്ല. അതിന് ഒന്നും നോക്കിക്കില്ല പാസ്റ്റർ. അത് കുറച്ച് പകുതി ഇങ്ങനെ വലിയായിട്ട് വരുന്നുണ്ട് പാസ്റ്റർ. കർത്താവ്, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കത്തി വെക്കാൻ ഇടവരാതെ വണ്ണം ആ സർജറി വേണ്ട എന്ന് തന്നെ ഡോക്ടർ പറയുന്ന രീതിയിൽ ആ മുഴ ചുങ്ങിപ്പോട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധി. ഒരു സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഇത് പറഞ്ഞ അതുപോലെ തന്നെ എന്റെ മോള് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്റെ മോളുടെ ഹസ്ബൻഡ് ഒത്തിരി ഭയങ്കരമായിട്ട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഒത്തിരിയും അവളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതും എല്ലാം അതിനുള്ള ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള പൈസ കൊടുത്തൊക്കെ കടബാധ്യതകൾ കംപ്ലീറ്റ് അത് കടമെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റി. അതും ഒരു ദൈവത്തിന്റെ അനുഗ്രഹം. അതും ആ വീട് കിട്ടിയതും എല്ലാം ഒരു ഭയങ്കര ഒരു അത്ഭുതമായി. നന്ദി യേശു. അങ്ങ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ആ ഭവനങ്ങൾ ഇനിയും പുഷ്ടിയുള്ളതായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. ദൈവാത്മാവിന്റെ സഹായത്തിന് നന്ദി പറയുന്നപ്പ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. ബാക്കിയുള്ള സാക്ഷ്യങ്ങളെ ഉള്ളവരുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അറിയിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച്